എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 2-ന്റെ 14 മുതൽ 16 വരെ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. വളരെയധികം കഠിന ശോധനകളിലൂടെ കടന്നു പോകുമ്പോഴും പെർഗമോസിലെ സഭ കഷ്ടത്തിലായിപ്പോയ ഒരു മണവാട്ടി എന്ന തരത്തിൽ വിശ്വാസത്യാഗം ചെയ്യാതിരിക്കുന്നതിനും തെറ്റായ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാതിരിക്കുന്നതിനുമുള്ള ശക്തമായ ആഹ്വാനവും ഉപദേശവും യോഹന്നാനിലൂടെ നൽകപ്പെടുന്നു. പെർഗമോസിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവനെ ത്യജിക്കാൻ തയ്യാറാവുക എന്നാണ് അർത്ഥം. ഈ സാഹചര്യത്തിലാണ് നീ പാർക്കുന്നത് എവിടെയെന്ന് ഞാൻ അറിയുന്നു എന്ന പ്രസ്താവന മുൻപ് നമ്മൾ വായിച്ചത്. പാർക്കുക എന്നതിൻ്റെ മൂലമായ അർത്ഥം പാർപ്പിടം അഥവാ വീട് ആക്കുക, അല്ലെങ്കിൽ സ്ഥിരതാമസം ആക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ വിപരീതമായ ഒരു പദമുണ്ട്, പോറോഖേൻ, അതായത് അന്യനായി അല്ലെങ്കിൽ പരദേശിയായി ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ പദമാണ് ക്രിസ്ത്യാനിക്ക് ലോകത്തോടുള്ള ബന്ധം കുറിക്കുന്നത്. പൗലോസ് ഇതെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ അസാധാരണമായി പ്രയോഗിക്കുന്നതാണ് ആദ്യത്തെ പദം. പത്രോസ് ചിറ്റാസിയിലെ പ്രവശ്യകൾക്ക് എഴുതുമ്പോൾ അന്യരും പരദേശികളും എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനി ലോകത്തിൽ പരദേശി, മോക്ഷയാത്രക്കാരാണ്. എന്നാൽ യോഹന്നാൻ ഒരു പ്രത്യേക അർത്ഥത്തിലാണ് വീട് എന്ന പദം ഉപയോഗിക്കുന്നത്. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പെർഗമോസ് ആണ് അവരുടെ വീട് അഥവാ സ്ഥിരതാമസ സ്ഥലം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ അവിടെ സാത്താൻ്റെ സിംഹാസനമുണ്ട്, സാത്താൻ്റെ ഭരണമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് അവിടം വിട്ടുപോകാൻ സാധ്യവുമല്ല. ഇവിടെ ഒരു വലിയ ക്രിസ്തീയ പ്രമാണം അന്തർഭവിച്ചിട്ടുണ്ട്. മാറിപ്പോവുകയല്ല, പിന്നെയോ സഹിക്കുക അഥവാ അനുഭവിക്കുകയാണ് വേണ്ടത്. ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ മുഴുവനുമായി പ്രയോജനപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ സാക്ഷ്യം. അത് വൈഷമ്യങ്ങൾ ഉള്ളതായാൽ പോലും ക്രിസ്തുവിന് വേണ്ടി സഹിക്കണം. പെർഗമോസിലെ ക്രിസ്ത്യാനികൾ ഇത് തെളിയിച്ചു എന്നതാണ് ഏറ്റവും വലിയ യോഗ്യത. രക്തസാക്ഷി മരണം തീർച്ചയാണെന്ന് കണ്ടപ്പോഴും അവർ പിന്മാറിയില്ല. അന്തിപ്പാസിനെ പറ്റി നമുക്ക് വളരെ ഒന്നും അറിഞ്ഞുകൂടാ. തെർത്തുല്യൻ ഒരു കഥ പറയുന്നുണ്ട്. സഭാപിതാവായ തെർത്തുല്യൻ അന്തിപ്പാസിനെ പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു കാളയുടെ ഉള്ളിൽ വെച്ച് തീയിലിട്ട് പൊരിച്ചു കൊന്നു. ക്രിസ്തു അവനെ എൻ്റെ വിശ്വസ്ത സാക്ഷിയായി അന്തിപ്പാസ് നാമകരണം ചെയ്യുന്നു. സാക്ഷി അല്ലെങ്കിൽ മാർട്ടൂസ് എന്ന പദത്തിന് രക്തസാക്ഷി എന്നാണ് അർത്ഥം. കാരണം യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയുന്നവൻ രക്തസാക്ഷിയായി മരിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസ്ത സാക്ഷി എന്നുള്ള നാമം ക്രിസ്തുവിൻ്റെ നാമമാകുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീരുന്നവർക്ക് അതിൽ കുറഞ്ഞ ബഹുമതി അല്ല ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പെർഗമോസ് സഭയുടെ വീഴ്ചയും വിനാശവും എടുത്ത് സൂചിപ്പിക്കുന്നു.
ബാലാമ്യരെയും നിക്കോളോവരെയും വെച്ച് പുലർത്തുന്ന കൂട്ടം, ഒരു ഗ്രൂപ്പ് ആളുകൾ. ഇതൊരു വലിയ ന്യൂനതയായി യോഹന്നാൻ എടുത്ത് കാണിക്കുകയാണ്. വേദപുസ്തകം തള്ളിക്കളയുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്നു എന്നതാണ് അവരുടെ ഒരു കുറവ്. നിക്കോലോവരുടെ കാര്യം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകവുമായി എത്രമാത്രം അനുരഞ്ജനം ക്രിസ്ത്യാനിക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ക്രിസ്ത്യാനി ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. ആ അർത്ഥത്തിലാണ് വിശുദ്ധൻ അല്ലെങ്കിൽ ഹാഗിയോസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവർ ലോക മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ലോകക്കാർക്ക് വേണ്ടി എല്ലാം ആയിത്തീരേണ്ടവനാണ് ക്രിസ്ത്യാനി. അതും പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം. എന്നാൽ നിക്കോലോവിയർ ആകട്ടെ പൗലോസിനെ പോലെ രക്ഷാകരമായ താതാത്മ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നില്ല. പിന്നെയോ ക്രിസ്തു മാർഗത്തിൻ്റെ നന്മയെ ത്യജിച്ച് നിക്കോലോവിയരുടെ വഷളത്വത്തോട് രമ്യപ്പെടുകയാണ് ചെയ്തത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരുമായി പെർഗമോസിലെ സഭയുമായിട്ടല്ല, സഭയ്ക്കുള്ളിലെ നിക്കോലോവിയരുമായി യുദ്ധം ചെയ്യും എന്നരുളി ചെയ്യുന്നു. സഭയുടെ ഉള്ളിൽ നിന്ന് വിശ്വാസികളെ തെറ്റിക്കുന്നവരോടാണ് ക്രിസ്തുവിൻ്റെ കോപം ഏറ്റവും ജ്വലിക്കുന്നത്. അവൻ്റെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇത് നമ്മൾ വായിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലുമുണ്ട്. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ ഉയരുന്ന ചില നിഷേധാത്മകമായ സമീപനങ്ങൾ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന നിലപാടുകൾ, അതിനോട് ചേർന്ന് നിന്ന് സഭയുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന ആളുകൾ നിക്കോലോവരോട് ചേർന്ന് നിന്ന പെർഗമോസിലെ ആളുകളോട് തുല്യരാണ്. ശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഡോക്ട്രിൻ. അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുക, ചിലതിനോട് കൂട്ടുകെട്ടുണ്ടാക്കുക, തിന്മയോട് കൂട്ടുകെട്ടുണ്ടാക്കുക, നിലനിൽപ്പിന് വേണ്ടി ഏത് തിന്മയോടും ഒരു കാലത്ത് ഉപേക്ഷിച്ച് വന്നതിനെയൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സഭകൾ ഇന്ന് ലോകത്തിലുണ്ട്. സഭ നവീകരിക്കപ്പെട്ട കൂട്ടമാണ്. ഏതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നവീകരിക്കപ്പെട്ടുവോ പിന്നെയും അന്ന് ബാക്കിയുള്ളതിൻ്റെ പുറകെ വീണ്ടും ഒന്നുകൂടെ പോയി എത്തി നോക്കുന്ന, ചിലപ്പോഴൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന വേദവിപരീതമായ നിലപാടുകൾ ഉയരുന്നുവെങ്കിൽ തീർച്ചയായും ഈ നോമ്പുകാലത്ത് പെർഗമോസിലെ സഭയോട് പറയുന്നത് പോലെ കർത്താവ് നമ്മളോട് പറയുന്നു, മാനസാന്തരപ്പെടുക. പെർഗമോസിലെ സഭയ്ക്ക് നൽകുന്ന ആത്യന്തികമായിട്ടുള്ള ഒരു ദൂത് അതാണ്, മാനസാന്തരപ്പെടുക. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, എങ്ങനെയാണ് വീണത്, എങ്ങനെയാണ് തിന്മയെ എത്രമാത്രം ചേർത്ത് നിർത്താൻ സാധിക്കുന്നത്. ബിലയാമ്യ പക്ഷക്കാരും നിക്കോലോവ്യ പക്ഷക്കാരും ഒക്കെ സഭയ്ക്കുള്ളിൽ കടന്നുകൂടുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിനും വചനത്തിനും വിരുദ്ധമായ കൂട്ടുകെട്ടിനെ പരിപോഷിപ്പിക്കാതിരിക്കുക എന്നത് പെർഗമോസിൽ നൽകുന്ന ദൂതിൻ്റെ ശക്തമായ കാതൽ സന്ദേശമാണ്. ഒരു നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വേദപുസ്തകം അടിസ്ഥാന പ്രമാണമായി കരുതുകയും സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു വലിയ വാണിംഗാണ് മാനസാന്തരപ്പെടുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും അടിയങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ യാചിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ജീവിപ്പാനുള്ള ബലം
ജോലിവേലകൾ ചെയ്യുവാനുള്ള കൃപ, യാത്ര ചെയ്യുന്നതിനുള്ള കഴിവ് എല്ലാം നൽകി ഇന്നത്തെ പകൽക്കാലം അടിയങ്ങളെ വഴി നടത്തണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയിലും അവിടുത്തെ സാന്നിധ്യത്തിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, വാട്ടവും മാലിന്യവും ഇല്ലാത്ത ദൈവവചനത്തിൻ്റെ പഥ്യോപദേശത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഒരു പുതിയ അനുഭവങ്ങൾ ഈ പുതുവർഷത്തിൽ അവിടെ നൽകുകയും ചെയ്യണമേ. യേശു മശീഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.